പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം. സാലങ്ങൾ, പഞ്ചവൃക്ഷങ്ങൾ, അശോകം, അർജുനം, നാഗം, പൂനാഗം, എരണ്ടം തുടങ്ങിയ മഹാവൃക്ഷങ്ങളും സന്ധാനകരണി, സുവർണകരണി, വിശല്യകരണി തുടങ്ങിയ ഔഷധങ്ങളും പൂമരങ്ങളും പൂവല്ലികളും ഇടകലർന്ന നിഷ്കൂടങ്ങളും നികുഞ്ചങ്ങളും മഹാകാനനങ്ങളും കാട്ടാറുകളും നിറഞ്ഞ രാമായണ സങ്കല്പത്തിലെ വൈവിധ്യങ്ങൾ വർണ്ണനാതീതമാണ്. മരങ്ങൾ. ശിംശിബാവൃക്ഷം. രാവണൻ സീതാദേവിയെ തടവിലാക്കിയ ലങ്കയിലെ അശോകവനികയിലെ പ്രധാന മരം. ലങ്കയിലെത്തിയ ഹനുമാൻ ഈ മരത്തിന്റെ കൊമ്പുകളിൽ ഒളിച്ചിരുന്നാണ് സീതാദേവിയെ ആദ്യമായി കാണുന്നതും ശ്രീരാമചരിത്രം പാടിക്കേൾപ്പിക്കുന്നതും. ശ്രീരാമൻ മരുത്ത എന്ന വൃക്ഷത്തിന്റെ മറവിൽ നിന്നാണ് സുഗ്രീവനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നതും ബാലിയെ വധിച്ചത്. ആരണ്യകാണ്ഡത്തിൽ പഞ്ചവൃക്ഷങ്ങളെ കുറിച്ച് പറയുന്നു. വനവാസകാലത്ത് ശ്രീരാമനും സീതയും താമസിച്ച പഞ്ചവടിയിൽ ഈ മരങ്ങൾ ഉണ്ടായിരുന്നു. ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള 5 വിശുദ്ധ വൃക്ഷങ്ങൾ: ആൽ, പേരാൽ, കൂവളം, നെല്ലി, അത്തി. കേരളത്തിലെ ക്ഷേത്രങ്ങളിലും വീടുകളിലും ഇവ വളർത്താറുണ്ട്. പഞ്ചവടിയിൽ തന്നെ അർജുന മരങ്ങളും കാണാറുണ്ടായിരുന്നു. കിഷ്കിന്ധാകാണ്ഡത്തിൽ ശ്രീരാമൻ ഒരൊറ്റ അമ്പുകൊണ്ട് 7 സാലമരങ്ങൾ ഭേദിച്ച് തൻ്റെ കഴിവ് സുഗ്രീവന് മനസ്സിലാക്കി കൊടുക്കുന്നു. മന്ത്രങ്ങൾ. താരക മന്ത്രം എന്ന് പറയുന്നത് രാമനാമമാണ്. താരകം എന്നാൽ സംസാരസാഗരത്തെ തരണം ചെയ്യിക്കുന്നത്, മോക്ഷം നൽകുന്നത്, കലിയുഗത്തിലെ ദോഷങ്ങൾ അകറ്റാൻ ഉത്തമമായത്, ജനന മരണ ചക്രത്തിൽ നിന്നും മുക്തി നൽകി ജീവനെ കരകയറ്റുന്ന മന്ത്രം, കലിയുഗത്തിലെ ദുരിതങ്ങളും മാനസിക വിഷമങ്ങളും അകറ്റാൻ രാമനാമ ജപം സഹായിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കലിസന്ധരണ മന്ത്രത്തിലെ പ്രധാന നാമം താരകനാമമാണ്. ഈ ഷോഡശ മഹാമന്ത്രവും കലിദോഷ നിവാരണത്തിനായി ജപിക്കുന്നു. രാമായണ കർത്താവായ വാൽമീകി കാട്ടാളത്വത്തിൽ നിന്ന് മഹാമുനി പദത്തിലേക്ക് വളരുന്നത് വർഷങ്ങളോളം തുടർച്ചയായി രാമനാമം ജപിച്ച് ധ്യാനത്തിൽ മുഴുകിയതുകൊണ്ടാണ്. താരകമന്ത്രമായ രാമമന്ത്രം കൊണ്ടാണ് ഹനുമാൻ സമുദ്രലംഘനം ചെയ്തത്. ത്വന്മന്ത്ര ജപധന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല എന്നും ത്വന്മന്ത്ര ജപ വിശുദ്ധാത്മന പ്രസാദിക്കുമെന്നും സുധീഷ്ണ മഹാമുനി അരുളി ചെയ്യുന്നു. ഇത് രാമമഹാമന്ത്രബലത്തിന് അനുഗ്രഹമാണ്. ത്വദ്ഭക്തിസുധാഹീനന്മാരായുള്ളവർക്ക് സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയില്ല എന്ന് അഗസ്ത്യമുനിയും അരുളി ചെയ്യുന്നു. രാവണ നിഗ്രഹം നടത്തുന്നത് ആദിത്യ ഹൃദയം എന്ന മന്ത്രം ജപിച്ചാണ്. ദിവ്യാസ്ത്ര പ്രയോഗങ്ങളെല്ലാം മന്ത്രയുക്തങ്ങളായ മഹാ അസ്ത്രങ്ങളായിട്ടാണ് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പുത്രകാമേഷ്ടിയിലെ മഹാമന്ത്രവും അസുരഗുരുവായ ശുക്രമുനിയിൽ നിന്ന് രാവണൻ സ്വീകരിക്കുന്ന മന്ത്രവും രാമായണത്തിലെ പ്രധാനപ്പെട്ട മന്ത്രസങ്കേതങ്ങളാണ്. പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളായ അഹല്യ, ശബരി, സ്വയംപ്രഭ എന്നിവർക്ക് മോക്ഷപ്രദമായത് താരകമന്ത്രജപം മാത്രമാണ്. അമിതഭോഗിയായ രാവണൻ സീതാദേവിയെ സ്പർശിക്കാതെ അകന്നു നിന്നതും താരകമന്ത്രശക്തി കൊണ്ടാണ്. വിശ്വാമിത്ര മഹർഷി ബാലന്മാരായ ശ്രീരാമനും ലക്ഷ്മണനും ഉപദേശിച്ചു കൊടുത്ത അത്യുഗ്ര ശക്തിയുള്ള മന്ത്രങ്ങളാണ് ബല, അതിബല. വിശപ്പും ദാഹവും ക്ഷീണവും അകറ്റി ശരീരത്തിനും മനസ്സിനും
അപാരമായ ശക്തിയും ഓജസ്സും നൽകുവാൻ കഴിയുന്നതാണ് ഈ ഫല അതിഫല മന്ത്രങ്ങൾ. മരുന്നുകൾ. ഉള്ളിൽ തറച്ച ആയുധങ്ങളെ പുറന്തള്ളുന്ന വിശല്യകരണി, മുറിവുകളെ കൂട്ടിയോജിപ്പിക്കുന്ന സന്ധനകരണി, പാടുകൾ ഇല്ലാതാക്കുന്ന സുവർണകരണി, മരിച്ചവരെ പുനർജീവിപ്പിക്കുന്ന മൃതസഞ്ജീവിനി തുടങ്ങിയവയുടെ ഔഷധങ്ങളുടെ പ്രാധാന്യം രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ മരങ്ങൾ, മന്ത്രങ്ങൾ, മരുന്നുകൾ എന്നിവ അവയുടെ സൗന്ദര്യവും ഐശ്വര്യവും ഭക്തിയും ഫലവും കൊണ്ട് ജീവസുറ്റതായി രാമായണത്തിൽ ഉടനീളം കാണാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.